ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യതീന്ദ്രൻ ഓഫീസിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം പത്മയോടും വേദയോടും ഇന്ദ്രജയോടും വിജയനോടും കൂടി ചേർന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പത്മ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ വേദയും ഇന്ദ്രജയെയും വിജയനെയും പറഞ്ഞു വിട്ട ശേഷം പത്മ യതീന്ദ്രനോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു എന്നാണോ നിങ്ങൾ കരുതിയത്? നിങ്ങൾ എന്നും എപ്പോഴും നന്ദിനിയുടെ ഭാഗത്ത് നിന്നാണ് സംസാരിച്ചിട്ടുള്ളൂ. സൂര്യ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നതിന് കാരണമുണ്ട്. പക്ഷേ നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളെ എന്തിനാണ് നന്ദിനിക്ക് നിങ്ങൾ ഇങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ യതീന്ദ്രൻ പറയണേ, നീ എന്താ പത്മ ഈ പറയുന്നത്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങൾ എനിക്ക് നേരിട്ട് ദ്രോഹങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ആ നന്ദിനി എന്ത് ചെയ്താലും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ. തെറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവാത്തത്? അവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഒരു യോഗ്യതയും ഇല്ല എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? അപ്പോൾ യതീന്ദ്രൻ പറയണേ, നീ എത്ര കാലം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും? അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണ് പത്മേ. നിന്റെ യോഗ്യത എന്ന് പറയുന്നത്, നീ നന്ദിനിയിൽ കാണുന്ന യോഗ്യത എന്ന് പറയുന്നത് അത് എന്താണ്? പണവും ഒരുപാട് സ്വത്തുക്കളും അതാണോ? അപ്പോൾ പത്മ പറയണേ, അത് മാത്രമല്ല, പഠിപ്പും അറിവും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ സൂര്യയ്ക്ക് പെണ്ണ് കാണുകയാണെങ്കിൽ, ഒരു പെണ്ണിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഇതുപോലെയുള്ള പെണ്ണിനെയാണോ കണ്ടുപിടിക്കുക? അല്ല, അറിവും വിദ്യാഭ്യാസവും പണവും സ്വത്തും പ്രശസ്തിയും ഒക്കെയുള്ള ഒരു പെണ്ണിനെയല്ലേ നമ്മൾ കണ്ടുപിടിക്കൂ? നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ച ഒരു കുടുംബമല്ലേ നമ്മൾ കണ്ടുപിടിക്കൂ? അതാണ് ഞാൻ യോഗ്യത എന്ന് ഉദ്ദേശിച്ചത്. ഓ, യതീന്ദ്രൻ പറയണ, ഓ അത് ശരി, നീ അതാണോ യോഗ്യത എന്ന് ഉദ്ദേശിച്ചത്? ഞാനെന്നാ യോഗ്യത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നോ? സൂര്യയെ സ്നേഹിക്കുന്ന, സൂര്യയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന, അവനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനെ ആര് വിവാഹം കഴിക്കാനാണ്? ഏതൊരു പെണ്ണും അവനെ വിവാഹം കഴിച്ചാൽ ഒരു മാസത്തിൽ കൂടുതൽ അവനോടൊപ്പം നിൽക്കില്ല. കാരണം അവൻ കുടിച്ച് ലക്ക് കെട്ട് ബോധമില്ലാതെയാണ് എന്നും വീട്ടിൽ വരിക. നേരത്തെ അവൻ്റെ കൂടെ ഏത് പെണ്ണ് താമസിക്കാനാണ്? പക്ഷേ നന്ദിനി അങ്ങനെയല്ല. നന്ദിനി ഇത്രയും കാലം അവനെ സഹിച്ചില്ലേ? എന്നിട്ട് അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ സ്വഭാവം തന്നെ മാറ്റിയെടുക്കുന്നത് കണ്ടില്ലേ? അവൻ്റെ കുടിയും അവൻ്റെ ദുശീലങ്ങളും എല്ലാം അവൾ ഓരോന്നോരോന്നായി സ്നേഹം കൊണ്ട് അവൾ മാറ്റിയെടുക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ തന്നെ സൂര്യയുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ്? അവനിപ്പോൾ കുടിയൊക്കെ നിർത്തിയതുപോലെ ആയിട്ടുണ്ട്. നമ്മുടെ മോൻ നമ്മുടെ കൺമുന്നിൽ കുടിച്ചു നശിക്കുന്നത് കാണാനാണോ നീ ആഗ്രഹിക്കുന്നത്? അവൻ്റെ ആ സ്വഭാവമൊക്കെ മാറ്റിയെടുത്തത് നന്ദിനി തന്നെയാണ്. ഇതിലും വലിയ യോഗ്യത എന്താണാവോ നന്ദിനിക്ക് വേണ്ടത്? അപ്പോൾ പത്മ പറയണേ, അവനിപ്പോൾ CEO ആയിട്ടാണ് നന്ദിനിയെ നിയമിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ സംസാരം കേട്ടാൽ നിങ്ങൾ അവളെ MD ആക്കുന്ന മട്ടിലുണ്ടല്ലോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ കമ്പനി ഇങ്ങനെ വളർത്തി വലുതാക്കിയത്. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കില്ല. അതുപോലെ എൻ്റെ മരുമകളായി അവൾ ഒരിക്കലും ഇവിടെ വാഴില്ല. അവൾ എൻ്റെ മരുമകളായി ഇവിടെ ജീവിക്കില്ല. ഈ വീട്ടിലെ വേലക്കാരിയായിട്ട് തന്നെയാണ് അവളെ ഞാൻ എന്നും കാണുകയുള്ളൂ. അപ്പോൾ യതീന്ദ്രൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളുടെ ഈ സ്വഭാവം എന്ന് മാറ്റിയെടുക്കാനാണാവോ? നന്ദിനിയെ ഇവൾ എന്നാണാവോ മനസ്സിലാക്കുക എന്നൊക്കെ ചിന്തിച്ചാണ് യതീന്ദ്രൻ ഇരിക്കുന്നത്. അങ്ങനെ രാത്രിയാകുന്ന സമയത്ത് സൂര്യയും നന്ദിനിയും വരികയാണ്. യതീന്ദ്രൻ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ സൂര്യ ചെന്ന് പറയുകയാണ്, എങ്ങനെയുണ്ട് നന്ദിനിയുടെ പാത്ര കുക്കർ ഐഡിയ? അത് നന്നായിട്ടുണ്ടല്ലേ ഡാഡി. ഇങ്ങനെ തുടക്കത്തിൽ തന്നെ നന്ദിനി ഇങ്ങളെ പൊളിച്ചടുക്കിയ സ്ഥിതിക്ക് ഇനി തുടർന്ന് അങ്ങോട്ട് ഐഡിയകൾ തന്നെ നന്ദിനിയുടെ പക്കൽ ഉണ്ടാവുമല്ലേ ഡാഡി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാട്ടോ. ഇങ്ങനെയാണെങ്കിൽ പത്മ മേഡം കമ്പനിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ തെറിക്കുമെന്നാണല്ലോ തോന്നുന്നത്. അത് കേട്ടും കൊണ്ടാണ് പത്മ വരുന്നത്. അത് കേട്ടതോടുകൂടി പത്മക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോൾ യതീന്ദ്രൻ സൂര്യയോട് കണ്ണോട് കാണിക്കുന്നുണ്ട്, നിന്റെ ബാക്കിൽ നിന്റെ മമ്മിയുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ നന്ദിനി പറയണ, ഞാൻ അതിന് എന്ത് ചെയ്തു എന്നാ സാറ് പറയുന്നത്? അപ്പോൾ നന്ദിനി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അപ്പോൾ പെട്ടെന്നാണ് സൂര്യ പത്മയെ കാണുന്നത്. അപ്പോൾ പത്മ കേൾക്കാൻ വേണ്ടി സൂര്യ പറയുകയാണ്, അല്ല ഡാഡി, നന്ദിനിയുടെ ഈ ഐഡിയക്ക് നന്ദിനിയെ ഒന്ന് പ്രശംസിക്കേണ്ടത് തന്നെയല്ലേ? ഡാഡി എന്താ പ്രശംസിക്കാതെ നിൽക്കുന്നത്? പ്രശംസിക്കുക മാത്രമല്ല, അവളെ പൂമാലയിട്ട് സ്വീകരിക്കുകയൊക്കെയാണ് വേണ്ടത്. അത് കേട്ടുകൊണ്ട് പത്മ അങ്ങ് വന്ന് ദേഷ്യത്തിൽ പറയുകയാണ്, മതിയടാ, നീ ഒന്ന് നിർത്തുന്നുണ്ട്. കുറെ നേരമായല്ലോ പറയല് തുടങ്ങിയിട്ട്. നിന്നെ ഞാൻ തന്നെയല്ലേ പ്രസവിച്ചത്? എങ്ങനെയാടാ നീ ഇത്രയ്ക്ക് മാറിയത്? ഇവളൊരു പൊട്ട ഐഡിയയുമായിട്ട് വന്നിട്ട് അത് വലിയൊരു കാര്യമാണെന്ന് പറയാൻ നിനക്കെന്താ നാണമില്ലേ? ഒരു മൺബാത്ത് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു, നിനക്കിതൊക്കെ പറഞ്ഞ് തലയാട്ടാൻ വേണ്ടി നാണമില്ലേ? എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അത് ബോർഡ് മീറ്റിംഗ് വരെ എത്തിച്ചിരിക്കുന്നു. ബോർഡ് മീറ്റിങ്ങിന് വന്നവരും എന്താ മണ്ടന്മാരാണെന്ന് തോന്നുന്നു. അവരെ തലയ്ക്കകത്ത് എന്താ കളിമണ്ണാണോ? അവരും അങ്ങ്
കൈയടിച്ചിരിക്കുന്നു. ഇപ്പം നീ കാണിച്ച ഈ പൊട്ടത്തരം ഇനി പുറത്താരോടും പറയാൻ നിൽക്കണ്ട, അവരൊക്കെ നിങ്ങളെയൊക്കെ കളിയാക്കി ചിരിക്കും. അപ്പോൾ സൂര്യ പറയണ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടുന്നതും നിങ്ങളിങ്ങനെ വെപ്രാളപ്പെടുന്നതും? ഇപ്പം ഈ പറഞ്ഞതൊരു പൊട്ടത്തരമാണെങ്കിൽ അതങ്ങ് വിട്ടേച്ചാ പോരെ, പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ ടെൻഷൻ ആവുന്നത്? പിന്നെ ബോർഡ് മീറ്റിങ്ങിന് വന്ന എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതൊക്കെ അവർ മണ്ടന്മാരായിട്ടും അവരുടെ തലക്കകത്ത് കളിമണ്ണുണ്ടായിട്ടൊന്നുമല്ല. ഇത്രയും കാലം അവർ തന്നെയാണ് നമ്മുടെ കമ്പനിയെ ഇത്രയും വലിയ ഉയരത്തിൽ എത്തിച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ആരെങ്കിലും അത് അംഗീകരിച്ചാൽ അവരൊക്കെ കളിമണ്ണുള്ളവരും തലക്കകത്ത് ബുദ്ധിയില്ലാത്തവരുമാണെന്നൊക്കെ നിങ്ങൾ അങ്ങനെ പറയും. ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഇന്ന് ഈ ലോകത്ത് പലരും കണ്ടുപിടിച്ചതൊക്കെ അവരൊക്കെ നാളെ ഇത് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ആദ്യം അവർക്ക് തോന്നിയ ഐഡിയ ആദ്യം അവർ ശ്രമിച്ചു നോക്കും, പിന്നീടാണ് അത് വിജയിക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാവുക. അതുപോലെ നന്ദിനി പറഞ്ഞ ഈ മൺപാത്ര കുക്കർ അത് ഉറപ്പായും വിജയിക്കും, അതിന് നിങ്ങൾ അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നും പറഞ്ഞ് നന്ദിനിയെയും കൂട്ടി സൂര്യ അകത്ത് പോവാണ്. അപ്പോൾ നന്ദിനി റൂമിലെത്തിയ ശേഷം സൂര്യയോട് ചോദിക്കുകയാണ്, എന്തിനാണ് സാർ ഇങ്ങനെ പത്മ മേഡത്തെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നത്? ഒന്നല്ലെങ്കിൽ പത്മ മേഡത്തിൻ്റെ പ്രസവിച്ച അമ്മയല്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം അമ്മയുടെ വിലയും നിലയും, എങ്ങനെ ബഹുമാനം കൊടുക്കണം എന്നുള്ളതും സംസാരിക്കണം എന്നുള്ളതും. പക്ഷേ എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ നിന്നോട് പറയേണ്ടതില്ലല്ലോ. എൻ്റെ അമ്മ ഞങ്ങളോട് അമ്മയെ പോലെയാണോ പെരുമാറുന്നത്? എപ്പോഴും പകയും അസൂയും ഒക്കെ ഉള്ള അമ്മ, എപ്പോഴും മക്കളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിപ്പിക്കുന്ന അമ്മ, ഇതൊക്കെയാണോ എൻ്റെ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ? ഇതാണോ നീ പറഞ്ഞു വരുന്നത്? അപ്പോൾ നന്ദിനിക്ക് പിന്നെ ഉത്തരം മുട്ടാണ്. അപ്പോൾ നീ എന്താ നന്ദിനി ഒന്നും മിണ്ടാത്തത്? നിനക്ക് മറുപടി പറയാനില്ലല്ലേ? ഇപ്പം ശരിക്കും എൻ്റെ അമ്മ എനിക്ക് തന്ന ടെൻഷന് ഞാൻ പഴയ സൂര്യയാണെങ്കിൽ ഒരു ബോട്ടിൽ ഫുള്ളും ഞാൻ കുടിച്ചേനെ, പക്ഷേ നീ അതിന് സമ്മതിക്കില്ലല്ലോ. നന്ദിനി പറയണ, ദയവ് വിചാരിച്ച് സാർ ഇനി വീണ്ടും കുടിയിലേക്ക് പോവരുത്. ഇപ്പോൾ സാറിനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. അപ്പോൾ അതെന്താ നന്ദിനി, എന്നെ ആദ്യം കാണുന്ന സമയത്ത് ഭംഗിയില്ലായിരുന്നു? അങ്ങനെയല്ല, ഇപ്പോൾ സാറിന് എന്തൊരു തെളിച്ചമാണെന്നും, ഇപ്പോൾ നടത്തത്തിലും ഇരുത്തത്തിലും സംസാരത്തിലും ഒക്കെ ഒരു പ്രത്യേക തേജസ്സാണ്. അന്ന് കുടിച്ചിരുന്ന സമയത്ത് അതൊക്കെ വളരെ കുറവായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് സാർ ഇനി ഒരിക്കലും കുടിക്കാൻ ഇനി ശ്രമിക്കരുത്. നന്ദിനിയെ എങ്ങനെയെങ്കിലും പറ്റിച്ച് വീണ്ടും കുടിക്കാമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും സാർ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ സൂര്യ നന്ദിനി പറയുന്ന വാക്കുകളൊക്കെ ഇങ്ങനെ കണ്ണെടുക്കാതെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് സൂര്യ പറയണേ, നീ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തായാലും നീ അത് വിട്ടേക്ക്, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എന്നാൽ നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞ് നന്ദിനിയോട് ഉറങ്ങാൻ കിടക്കുകയാണ് സൂര്യ. അപ്പോൾ നന്ദിനിയും പായ വിരിച്ചു ഉറങ്ങാൻ കിടക്കുകയാണ്. അങ്ങനെ സൂര്യ പെട്ടെന്ന് ഉറങ്ങി പോവുകയാണ് കേട്ടോ. പക്ഷേ നന്ദിനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെ നന്ദിനി സൂര്യയുടെ ഒരു ഷർട്ട് എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് നന്ദിനി കിടക്കുന്ന ആ പായിൽ ആ ഷർട്ട് വിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനിക്ക് തോന്നുകയാണ് സൂര്യ തൊട്ടടുത്ത് വന്ന് കിടക്കുന്നത് പോലെ. അങ്ങനെ നന്ദിനി കുറച്ച് നേരം സൂര്യയെ തന്നെ നോക്കി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് നന്ദിനിക്ക് മനസ്സിലാകുന്നത് സൂര്യ സാറല്ല, ഇത് ഞാൻ സൂര്യ സാറിൻ്റെ ഷർട്ട് എടുത്തുകൊണ്ട് വന്നതാണ് എന്ന്. അങ്ങനെ സൂര്യയുടെ ആ ഷർട്ട് പിടിച്ചുകൊണ്ടാണ് നന്ദിനി ഉറങ്ങിപ്പോകുന്നത്. അപ്പോൾ സൂര്യ തൊട്ടടുത്ത് വന്ന് കിടക്കുന്ന സമയത്ത് സൂര്യയുടെ ഇലയിലൊക്കെ നന്ദിനി തഴുകി കൊടുക്കുകയാണ്. അതുപോലെ സൂര്യയുടെ കവളിലൊക്കെ തലോടി കൊടുക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ നന്ദിനിക്ക് സൂര്യ തൊട്ടടുത്ത് വന്ന് കിടക്കുന്നത് പോലെ മനസ്സിൽ ചിന്തിച്ചു പോവാണ്. അങ്ങനെ സൂര്യയുടെ ഷർട്ട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നന്ദിനി ഉറങ്ങിപ്പോകുന്നത്. ഈ സമയം ഇന്ദ്രജയും നന്ദിനിയെ തളർത്താൻ കഴിയാത്തതിൽ, നന്ദിനിയെ തോൽപ്പിക്കാൻ കഴിയാത്തതിലുള്ള പകയോടുകൂടിയാണ് കേട്ടോ ഇന്ദ്രജ ഇരിക്കുന്നത്. അപ്പോഴാണ് വേദ വരുന്നത്. എന്താ ചേച്ചി ഉറങ്ങാതെ ഇവിടെ ഇരിക്കുന്നത്? അത് ചോദിച്ചതോടുകൂടി വേദന അങ്ങോട്ട് തിന്നാനുള്ള ദേഷ്യത്തിൽ അങ്ങ് കടിച്ചു കയറുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് ചേച്ചി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്ക് ആ നന്ദിനി ഒന്നും ചെയ്യാൻ പറ്റാത്തതില്ല, ദേഷ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്തെല്ലാം ഞാൻ ചെയ്തു, പക്ഷെ ഒന്നും അവളെ എനിക്ക് തൊടാൻ പോലും കഴിയുന്നില്ല. അവളെ എന്നെ അടിച്ചതിന്, അവളെന്നെ ഹോസ്പിറ്റലിൽ വെച്ച് അപമാനിച്ച് എന്നെ എല്ലാവർക്കും മുന്നിൽ വെച്ച് അടിച്ചതിന് അവളെ എനിക്ക് തിരിച്ചടിക്കാനും കഴിയുന്നില്ല. അവൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അവളെ എങ്ങനെയെങ്കിലും ഒരു ദിവസം അവളെ ഒന്ന് ആശുപത്രിയിലാക്കണം. അതിനു വേണ്ടിയാണ് അവളുടെ കയ്യോ കാലോ തലയോ അങ്ങനെ എവിടെയെങ്കിലും അവൾക്കൊന്ന് പരിക്ക് പറ്റി കിടക്കണം. അതാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ ഒന്നും നടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വേദ പറയണേ, നിങ്ങൾ പലതും ശ്രമിച്ചു നോക്കിയില്ലേ, പക്ഷെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഇനി ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം എന്നും പറഞ്ഞ് വേദ അക്കാര്യം പറഞ്ഞു കൊടുക്കാണ്ടോ. അത് കേട്ടതോടു കൂടി ഇന്ദ്രജ പറയണ, വേദ ഇത് സൂപ്പറാണ്, ഉറപ്പായും ഈ ഐഡിയ ഫലിക്കും. ഇത് നമ്മളാണ് ചെയ്തത് എന്ന് ആരും അറിയുകയുമില്ല, ആർക്കും ഒരു സംശയവും തോന്നുകയുമില്ല. ഇത് മതി എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അതിനെ അപകടപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കും.
കാണിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് ഇന്ദ്രജ വേദ പറഞ്ഞ കാര്യം ഓർക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആരും എണീറ്റിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഇന്ദ്രജ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ പാക്കറ്റ് പാല് വെച്ചിട്ടുണ്ടാവും, ആ പാലെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുകയാണ്. പാക്കറ്റ് പാലിൽ നെയിൽ പോളിഷ് സൂചി വെച്ച് നിറച്ചാൽ മതി, അതോടുകൂടി അവൾക്കുള്ള പണി കിട്ടും. അവളല്ലേ ആദ്യം എണീറ്റ് ചായ ഉണ്ടാക്കലും പാലുണ്ടാക്കലൊക്കെ അവളല്ലേ ആദ്യം കുടിച്ച് എല്ലാവർക്കും കൊടുക്കുക. അപ്പം പിന്നെ അവൾക്കാണ് ആദ്യം തന്നെ പണി കിട്ടുക. അവൾ എന്തായാലും ഒരാഴ്ചയെങ്കിലും ആശുപത്രിയിൽ കിടക്കാതിരിക്കില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല ഐഡിയ എന്ന് പറഞ്ഞ് ഈ വേദ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ഇന്ദ്രജ ഒരു സൂചി എടുക്കുകയാണ്. അതിൽ വെള്ള കളറിലുള്ള നെയിൽ പോളിഷ് നിറക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് പാക്കറ്റ് പാലിലേക്ക് നിറക്കുകയാണ് കേട്ടോ. അതോടുകൂടി നെയിൽ പോളിഷ് വെള്ളയായതുകൊണ്ട് തന്നെ പാലിൻ്റെ സെയിം കളർ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു സംശയവും വരില്ല. അതും മറ്റുള്ള ഒരു കളറും ചേർക്കരുത് എന്നൊക്കെ വേദ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇന്ദ്രജയ്ക്ക്. അങ്ങനെ വെള്ള കളറിലുള്ള നെയിൽ പോളിഷ് തന്നെ പാലിലേക്ക് മിക്സ് ആക്കുകയാണ്. എന്നിട്ട് ഇന്ദ്രജ ആ പാൽ പാക്കറ്റ് ഒന്നും അറിയാത്ത ഭാവത്തിൽ കിച്ചണിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ രാജു എങ്ങാനും ഉണർന്നിട്ടുണ്ടോ എന്നാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ രാജു നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ ഇന്ദ്രജ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഈ സമയം നന്ദിനിയാണെങ്കിലോ സൂര്യയുടെ ഷർട്ട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത്. അപ്പോഴത്തേക്കും സൂര്യ ഉണരുകയാണ്. അങ്ങനെ സൂര്യ നോക്കുന്ന സമയത്ത് നന്ദിനി സൂര്യയുടെ ഷർട്ട് പിടിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത് കേട്ടോ. അപ്പോൾ സൂര്യ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതിപ്പോൾ എങ്ങനെ നന്ദിനിയുടെ കയ്യിൽ എൻ്റെ ഷർട്ട് വന്നത്? ഞാൻ ഇന്നലെ അവിടെയാണല്ലോ തൂക്കിയിട്ടത്, പിന്നെ എങ്ങനെ ഇതിപ്പോൾ നന്ദിനിയുടെ അടുത്ത് വന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് നന്ദിനി ഉണരുന്നത്. അപ്പോൾ നന്ദിനി കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് സൂര്യ നന്ദിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനി ചോദിക്കുക, അല്ല സൂര്യ സാർ ഇത്ര നേരത്തെ എണീറ്റോ? ആ നേരത്തെ എണീക്കുമല്ലോ, നീ എനിക്ക് ഇന്നലെ ഒരു ലേശം മദ്യം കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നീ സമ്മതിച്ചില്ലല്ലോ. ഞാൻ അത് കുടിച്ചിട്ടാണ് കിടന്നതെങ്കിൽ ഞാനൊരു 10 മണിയെങ്കിലും ഒന്നും അറിയാതെ ഞാൻ ഉറങ്ങിയേനെ. ഇതിപ്പോൾ അതിനും പറ്റില്ലല്ലോ. ഓ അതാണപ്പോൾ സാറിനിപ്പോൾ വലിയ കാര്യമായിട്ട് പറയുന്നത്. വിഷം കുടിക്കുന്നതിനെ കുറിച്ച് സാറിപ്പോൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട. വിഷം കുടിച്ച് ഓരോരുത്തർക്ക് സംഭവിക്കുന്നതിനെക്കുറിച്ച് സാറിന് അറിയാവുന്നതല്ലേ, സാർ ഇതൊക്കെ കേൾക്കുന്നതല്ലേ. അത് പിന്നെ നന്ദിനി, ഞാൻ കഴിക്കുന്നത് പോലത്തെ ഒന്നല്ല അവർ കഴിക്കുന്നത്, ഞാൻ വില കൂടിയ ഐറ്റമാണ് കഴിക്കുന്നത്. അപ്പോൾ നന്ദിനി പറയണേ, വിഷം എങ്ങനെ കഴിച്ചാലും എത്ര വില കൂടിയതായാലും വിഷം വിഷം തന്നെയല്ലേ. ഓ നന്ദിനി, നിൻ്റെ ഉപമ വല്ലാത്തൊരു ഉപമ തന്നെ. അതിരിക്കട്ടെ, നീ എന്തിനാണ് എൻ്റെ ഷർട്ട് നീ എടുത്തിരിക്കുന്നത്? എങ്ങനെയാണ് നിൻ്റെ അടുത്ത് ഈ എൻ്റെ ഷർട്ട് വന്നത്? ഞാൻ ഇന്നലെ അവിടെയാണല്ലോ തൂക്കിയിട്ടത്. പെട്ടെന്നാണ് നന്ദിനി അത് ശ്രദ്ധിക്കുന്നത്. അയ്യോ, സൂര്യ സാറിൻ്റെ ഷർട്ട് എൻ്റെ അടുത്തുള്ളത് സാറ് കണ്ടു, ഇനിയിപ്പോൾ എന്താണ് ഇതിന് മറുപടി പറയാം. അപ്പോൾ സൂര്യ വീണ്ടും ചോദിക്കുകയാണ്, അല്ല നന്ദിനി, എങ്ങനെയാണ് നിൻ്റെ അടുത്ത് എൻ്റെ ഷർട്ട് വന്നത്? ഞാൻ ഇന്നലെ അവിടെയാണല്ലോ തൂക്കിയിട്ടത്, പിന്നെ എങ്ങനെയാണ് അത് നിൻ്റെ അടുത്ത് വന്നത്? അപ്പോൾ നന്ദിനി പെട്ടെന്ന് പതർച്ചയോടുകൂടി പറയണം, അത് പിന്നെ സാർ അത് എന്ന് പറഞ്ഞ് വിക്കിങ് കൊണ്ട് നന്ദിനി പറയണ, അത് എനിക്ക് ഇന്നലെ രാത്രിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ സൂര്യ സാറ് ഉണരില്ലേ, അപ്പോൾ വല്ലാത്തൊരു തണുപ്പ് തോന്നി. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഒരു തുണി എടുത്തതാണ്, പക്ഷേ അത് സൂര്യ സാറിൻ്റെ ഷർട്ടാണെന്നൊന്നും ഞാൻ കണ്ടില്ല, ഇരുട്ടത്ത് പോയി എടുത്തത് കൊണ്ടാണ്. ആ അത് ശരി, അപ്പോൾ നീ ദേഹത്തിട്ടപ്പോൾ നിൻ്റെ തണുപ്പ് മാറിയോ? ആ കുറച്ചൊക്കെ മാറി, ഇരുട്ടത്തായതുകൊണ്ട് അത്ര ശ്രദ്ധിച്ചില്ല, അതാണ്. എങ്കിൽ ഞാൻ കൊണ്ടുപോയി തൂക്കിയിടാം. വേണ്ട, സാറ് പോയിട്ട് ബ്രഷ് ചെയ്തോ, ഞാൻ പെട്ടെന്ന് തൂക്കിയിട്ടോളാം എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനി പെട്ടെന്ന് പതറുകയാണ്. അപ്പോഴും സൂര്യയ്ക്ക് അത് മനസ്സിലാകുന്നില്ല കേട്ടോ. അങ്ങനെ സൂര്യ പറയണേ, എനിക്ക് നീ നല്ലൊരു ചൂട് ചായ എടുത്തുകൊണ്ട് വാ നന്ദിനി എന്ന് പറഞ്ഞ് നന്ദിനിയെ ഇനി കിച്ചണിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.